അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ കൊണ്ടുവരാൻ വരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട്. അന്ന് നമ്മൾ മല്ലേശ്വരത്ത് നിന്ന് വാങ്ങിച്ച കമ്മലാണ് കേട്ടോ. അങ്ങനെ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഫ്രണ്ട്സ് 2 പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ കാത്തിരിക്കുകയാണ്. നമുക്ക് പോകണം. 8:55 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് അവിടെ എത്തണം. കയറിയിട്ട് പിന്നെ ഒന്നും അറിഞ്ഞില്ല. പിന്നെ മെസ്സേജ് അയക്കാൻ പറ്റില്ല, ഫ്ലൈറ്റ് മോഡ് ആവില്ലേ. അങ്ങനെ അപ്പോൾ നമുക്ക് നേരിട്ട് കാണുന്ന ഒരു സമാധാനം ഇല്ല. പിന്നെ ഫസ്റ്റ് ടൈമാണ് അപ്പയും അമ്മയൊന്നും ഇല്ലാണ്ട് ആൾ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആൾക്കും അതിൻ്റെ ടെൻഷനുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് പിക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ എനിക്കുണ്ട്. അതറിയാത്ത സ്ഥലമാണ്. പോയി വരാം. എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ രാവിലെ 7 മണിക്ക് ഇറങ്ങണം എന്നാണ് വിചാരിച്ച്. പക്ഷെ അവർ എഴുന്നേക്കാൻ മറന്നുപോയി. അവസാനം ഞാൻ ഫോൺ വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റ്. അങ്ങനെ നമ്മളൊരു 7:30 7:45 ഇവിടെ നിന്ന് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 3/4 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ ട്രാവലിംഗേ ഉള്ളൂ. പക്ഷെ ബ്ലോക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. കാരണം ഇത് ബാംഗ്ലൂരാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് അധികം ബ്ലോക്കൊന്നും കിട്ടിയില്ല. ഒരു ടോൾ ഗേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം എയർപോർട്ട് റോഡിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് എത്താറായപ്പോൾ കെമ്പഗൌഡയുടെ ഒരു പ്രതിമ കണ്ടു. അപ്പോൾ നമ്മളിങ്ങനെ കാഷ്വലായിട്ട് ചോദിച്ചതാണ് ഇത് ആരാണ്, എന്തിനാണ് ഈ പ്രതിമ വെച്ചത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഏട്ടൻ ഇംഗ്ലീഷ് അറിയുന്ന ആളായിരുന്നു. ആൾ നമുക്ക് പറഞ്ഞു തന്നതാണ് ഇയാളാണ് ഇവിടുത്തെ കിങ്. അന്നത്തെ രാജാവായിരുന്നു. പണ്ട് ബാംഗ്ലൂർ എന്ന് പറയുന്നത് മൊത്തത്തിലൊരു കാടായിരുന്നു. ആ കാടിനെ ഒരു നഗരമാക്കി മാറ്റണം, ഒരു സിറ്റിയാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹത്തിൽ കെമ്പഗൌഡ 1 എന്ന് പറയുന്ന ഈ രാജാവാണ് ഇങ്ങനൊരു സിറ്റി അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഹംപിയൊക്കെ ഇല്ലേ, നമ്മളൊരു സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഹംപി എന്ന് പറഞ്ഞ സ്ഥലം കണ്ടിട്ടാണ് ഇയാൾക്ക് ഇതൊരു സിറ്റി ആക്കണം എന്ന് തോന്നിയതും. ഇവിടെ നിറയെ അമ്പലങ്ങളും ഇവിടെ പുഴകളൊന്നുമില്ല. അതുകൊണ്ട് ഒരുപാട് കുളങ്ങളൊക്കെ നിർമ്മിച്ചിട്ട് സിറ്റി ആക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇതൊക്കെ തുടങ്ങി വെച്ചത് ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇവിടുത്തെ എയർപോർട്ട് അറിയപ്പെടുന്നത്. കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ബാംഗ്ലൂർ എയർപോർട്ട് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് ആയാലും കെമ്പഗൌഡ ബസ് സ്റ്റാൻഡ്, കെമ്പഗൌഡ മെട്രോ സിറ്റി, അങ്ങനെ ഒരു ഹോസ്പിറ്റൽ കെമ്പഗൌഡ ഹോസ്പിറ്റൽ, അങ്ങനെ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു നാമധേയത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അത് കാണാൻ പറ്റി. പിന്നീട് ഞാൻ വന്ന് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയത്. ഒരുപാട് ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഈ പ്രതിമേനെ കാണണമെങ്കിൽ കേട്ടോ. എനിക്ക് അത് എടുക്കണ സമയത്ത് അത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അത്ര സൂം ചെയ്യുകയൊന്നും ചെയ്തില്ല. ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ കയറി കാണാം. അങ്ങനെ നമ്മൾ അവസാനം ബാംഗ്ലൂർ എയർപോർട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ എയർപോർട്ടാണ്. 2 നിലയായിട്ടാണ്. ഡിപ്പാർച്ചറൊക്കെ വരുന്നത് അപ്സ്റ്റേഴ്സിലാണ്. അങ്ങനെ നമ്മൾ അറൈവൽസ് ആണല്ലോ നമുക്ക് വേണ്ടത്. അവിടെ എത്തി നമ്മൾ കണ്ടുപിടിച്ച് താഴോട്ട് പോവുമായിരുന്നു. കുറേ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കുറേ തൂക്കിയിട്ടിട്ട് ഒരു കൊട്ടാരത്തിൻ്റെ ലുക്കിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 4-5 വരിയായിട്ട് നമുക്ക് ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള വഴികളാണ്. പിക്ക് ചെയ്യണത് അങ്ങനെയല്ല, ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം നമ്മൾ ഇറങ്ങി. സ്ഥലമൊന്നും അറിയാത്ത കാരണം എല്ലാ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ നോക്കി ഒരുവിധം കണ്ടുപിടിച്ചു അറൈവൽസ് താഴെയാണെന്നുള്ളത്. അപ്പോൾ എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് നമ്മൾ നേരെ താഴേക്ക് പോയി. സാധാരണ എയർപോർട്ടിൽ ഇപ്പം ഞാൻ കോഴിക്കോടായാലും നമ്മുടെ കൊച്ചി ആയാലും ദുബായ് ആയാലും കയറിയിട്ടുള്ളതാണ്. ദുബായ് ഓഫ് കോഴ്സ് വലുതാണ്. നമ്മുടെ നാട്ടിലെ എയർപോർട്ടുകളെ വെച്ച് നോക്കുമ്പോൾ സാധാരണ എയർപോർട്ടിന് അകത്തേക്ക് കയറിയാലാണ് നമുക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുക. പക്ഷേ ഇത് എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ സബ്വേ, ചായോസ് തുടങ്ങിയിട്ട് കോസ്റ്റോ കോഫി തുടങ്ങിയിട്ട് ഒരുപാട് ഔട്ട്ലെറ്റ്സ് എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ ഉണ്ട്. അതായത് അറൈവൽസിൻ്റെയും ഡിപ്പാച്ചറിൻ്റെയും സൈഡിലായിട്ട് വരുന്നവർക്ക് ഫുഡ് കഴിക്കാൻ കൂടിയുള്ള ഒരു കഫറ്റീരിയ സെറ്റപ്പ് അവരെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വാഷ്റൂം ആയാലും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. ഇപ്രാവശ്യം ആൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് എമിറേറ്റ്സിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കണമെന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് എല്ലാവർക്കും പ്രത്യേക തരം സീറ്റും കാര്യങ്ങളൊക്കെ ആവുക. ഓഫ് കോഴ്സ് AC ആയതുകൊണ്ട് ഓരോരുത്തർക്കും ബ്ലാങ്കറ്റും കാര്യങ്ങൾ, അതുപോലെ ഓരോരുത്തരുടെ സീറ്റിൻ്റെ ഫ്രണ്ടിലും സ്ക്രീൻ ഉണ്ടാവും. ഇത് എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യണതും ലാൻഡ് ചെയ്യണതൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മുടെ തൊട്ട് മുന്നിലുള്ള സ്ക്രീനിൽ. അപ്പോൾ അത്രയും അടുത്തുനിന്ന് കാണാൻ പറ്റുക എന്നുള്ളത് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം വിൻഡോ സീറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ സൈഡ് വ്യൂ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഫ്രണ്ട് വ്യൂവിൽ പൈലറ്റ്സ് കോക്പിറ്റിലിരുന്ന് കാണുന്ന പോലത്തേക്ക് ഒരു വ്യൂ ആദ്യമായിട്ടാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ നല്ലതാണല്ലോ, അത് ആ ഒരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് കാണാം. അപ്പോൾ പറഞ്ഞത് എമിറേറ്റ്സ് ആണ് എടുത്തത്. ഒരുവിധമുള്ളതിൽ ഏറ്റവും നല്ല ഫ്ലൈറ്റ് എന്നറിയപ്പെടുന്നത് എമിറേറ്റ്സ് ആണ്. പക്ഷേ ഓഫ് കോഴ്സ് ഇത്
എക്കണോമി ക്ലാസ്സാണ്. ബിസിനസ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സൊക്കെ ആണെങ്കിൽ എന്താ പറയുക, സ്ലീപ്പർ കോച്ച് പോലെ അടക്കം അത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളും നമുക്കുണ്ടാവും. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളും നട്ട്സും പാലും ബണ്ണും അങ്ങനെ എന്തൊക്കെയോ കുറേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ചോദിച്ചില്ല. അവർ പ്രൊവൈഡ് ചെയ്യും, ഹെഡ്സെറ്റ് അല്ല ഹെഡ്ഫോൺ അവർ പ്രൊവൈഡ് ചെയ്യും. അതിൽ നമുക്ക് സിനിമ കാണണമെങ്കിൽ സിനിമ കാണാം. അതൊക്കെ നമ്മുടെ എല്ലാ ഫ്ലൈറ്റിലും ഇപ്പം ഉണ്ട് തോന്നുന്നു. ഹെഡ്ഫോൺ ഇല്ലെങ്കിലും നമുക്ക് സിനിമ കാണാനുള്ള ഓപ്ഷനൊക്കെ വൈഫൈ കണക്ഷനൊക്കെ തരുന്നുണ്ട്, ഫ്ലൈറ്റിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഹെഡ്ഫോണൊക്കെ ആയിട്ട് ഓരോരുത്തർക്കും ഓരോ സ്ക്രീനൊക്കെ ആയിട്ട് ഇങ്ങനെ വലിയ ഫ്ലൈറ്റിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ ഫ്ലൈറ്റ് പൊന്താൻ പോവുകയാണ്. കുറച്ച് സ്പീഡൊക്കെ കൂടി റൺവേ ഒക്കെ കാണാൻ നല്ല ലൈറ്റിങ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ. ഞാനൊരു 4 വട്ടം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റ്. പക്ഷേ ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ്, ഇത്രയും ക്ലിയർ ആയിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ വൈകിട്ട് 3:30 ഫ്ലൈറ്റ്. രാവിലെ 9:55 എത്തുമെന്ന് പറഞ്ഞതാണ്. ആ കണക്കൂട്ടലിലാണ് ഞാനിവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ 4:20 ആയി ഫ്ലൈറ്റ് എടുക്കാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എത്താനും ലേറ്റായി. ആകാശത്തേക്ക് എത്തിയിട്ടോ. പിന്നെ ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് ജെർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ആകെ ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ ഉണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു സിനിമയൊക്കെ കണ്ടിരുന്ന് അങ്ങനെ നേരം പോയി എന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് രാവിലെ നേരത്തേക്ക് ഇറങ്ങി എന്താ കാര്യം അവിടെ ഒരു 1.5 മണിക്കൂറോളം കാത്തുക്കേണ്ടി വന്നു. പോകുന്ന വഴിക്ക് പൂവൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പൂ മാർക്കറ്റിലൊക്കെ നിർത്തി തന്നു. യൂബറിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് 2-3 പൂവൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ എത്തിയത്. കുറേ നേരം കാത്തു നിന്നു. അവസാനം ഇരുന്നു. പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് റീൽസൊക്കെ ചെയ്ത് കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ വരുമ്പോഴത്തെ ചെറിയൊരു ഷോർട്സ് പോലെ എടുത്തിട്ടുണ്ട്, വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ 2 പേർക്കും നാണമാണ് കേട്ടോ. അതുകൊണ്ടാണ് അധികം മൈൻഡൊന്നും ഇല്ലാതെ നടക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കണ്ട ഒരു സന്തോഷം. തിരിച്ച് നമ്മളും യൂബർ ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ പിക്ക് ചെയ്യുന്ന സമയത്ത് വേറെ സ്ഥലമായിരുന്നു. അവിടം വരെ നമ്മൾ ട്രോളിയൊക്കെ ആയിട്ട് പോയിട്ട് പിന്നെ അവിടുന്ന് യൂബറിലാണ് പോകുന്നത്. പിന്നെ പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്ത് അടിച്ച് പൊളിച്ച് തിരിച്ചു വന്നു. അപ്പം നമ്മൾ വീട്ടിലെത്തി. ഇതേ പിള്ളേർ 2 പേരിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നല്ലേ. അവരവിടെ താഴെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ 8 വഴിക്ക് പോയതാണ്. അപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ അവരേനായിട്ട് ഫുഡ് കഴിക്കാൻ പോയിച്ചിട്ടാണ്. പോയി വന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇന്നലെ രാത്രി 2 പേരും ഉറങ്ങിയിട്ടില്ല. ജോബിസിന് അവിടെ നിന്ന് ട്രാവൽ ചെയ്യണ കാരണം ഉറങ്ങിയിട്ടില്ല. ഞാനും ഇവിടെ കാത്തിരിക്കണ കാരണം ഉറങ്ങിയിട്ടില്ല. വീട്ടിൽ അപ്പയമ്മയായാലും എൻ്റെ വീട്ടിലുള്ളവരാണെങ്കിലൊക്കെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഫുഡ് കഴിച്ച് വന്നിട്ട് കാണാം. അതിന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് ഒരു റോഡ് സൈഡിലുള്ള കടയ്ക്കാണ് കേട്ടോ. അവിടെ നല്ല ദോശ കിട്ടും, നല്ല മുരിഞ്ഞ ക്രിസ്പി ദോശ കിട്ടും. അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ നല്ലതായിട്ട് കിടന്നുറങ്ങി. ഉറക്കം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ശരിക്കും റോഡ് സൈഡാണ്. ഒടുക്കത്തെ വണ്ടികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ശരിക്കുള്ള ഉറക്കമൊന്നും കിട്ടിയില്ല. എന്നാലും ഉറങ്ങി എണീറ്റ് കുറച്ച് നേരം ഉമ്മറല്ല നമ്മുടെ ബാൽക്കണിയിൽ പോയിരുന്നു കാറ്റൊക്കെ കൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പെട്ടിപൊളിക്കൽ മഹാമഹത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഞാൻ ഗൾഫിൽ പോയപ്പോൾ മേടിക്കണമെന്ന് ആഗ്രഹിച്ചതാണ് എയർ ഫ്രയർ. നാട്ടിൽ മേടിച്ചു കൊണ്ടിടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അപ്പോഴേക്കും ഞങ്ങൾ വരുമ്പോഴേക്കും ഇവിടെ ഓവൻ വാങ്ങിച്ചു. അതുകൊണ്ട് പിന്നെ അങ്ങനെ വേണ്ടാന്ന് വെച്ചതായിരുന്നു. പിന്നെ ഇങ്ങനെ വീടെടുക്കുന്നുള്ളത് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം മനസ്സിലായി. അപ്പോൾ വീടെടുത്തു. നമ്മുടെ വീട്ടിലേക്ക് ജോബിച്ച വാങ്ങിച്ചു വന്നതാണ്. ഓവന് പകരം ഓവൻ്റെ ചെറിയൊരു യൂസേജൊക്കെ ഇതിൽ നടക്കുമെന്ന് വിചാരിക്കണം. എയർ ഫ്രയർ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ ഇടയ്ക്ക് ഇതിൽ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടാൻ പറ്റുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യാം. ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കണമെന്നുണ്ട്. അതുപോലെ പപ്സ് ഉണ്ടാക്കി നോക്കണമെന്നുണ്ട്. പിന്നെ ഇതിൽ ഓയിലിൻ്റെ ആവശ്യമില്ല. അതാണ് ഒരു പ്ലസ് പോയിന്റ്. നമുക്ക് ഓയിൽ വേണ്ട ഇതിൽ കുക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഡയറ്റൊക്കെ നോക്കുന്നവർക്കും കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കയ്യിൽ എൻ്റെ വീഡിയോ എടുക്കുന്ന ഫോണും ഒരു കയ്യിൽ ഗ്രൂപ്പ് കോളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഒരു സ്ഥിരത ഇല്ലാത്ത കേട്ടോ. മമ്മിയുണ്ട്. എൻ്റെ വീട്ടിലേക്കും ജോബിച്ചൻ്റെ വീട്ടിലേക്കും വീഡിയോ കോൾ വിളിച്ചിട്ടാണ് നമ്മുടെ പെട്ടി പൊട്ടിക്കൽ മഹാമഹ ഉണ്ടായത്. നമ്മൾ ആദ്യമായിട്ടാണ് 2 പേരും ഒറ്റയ്ക്ക് പെട്ടി പൊട്ടിക്കുന്നത്. എപ്പോഴും വീട്ടിലെല്ലാവരും കൂടിയിട്ടാണ് പെട്ടി തുറക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ളത് പാക്ക് ചെയ്യലും ഇന്നലെ തന്നെ കഴിഞ്ഞു. ഇനി വെള്ളിയാഴ്ചയാണ് നമ്മൾ നാട്ടിൽ പോണത്. അപ്പം ഇനി ഓഫീസിൽ നിന്ന് വരിക പോവുക അത്രേ ഉണ്ടാവുള്ളൂ. പാക്ക് ചെയ്യാനൊന്നുള്ള സമയം ഉണ്ടാവില്ല. അപ്പം നമ്മൾ അപ്പയ്ക്കപ്പം എല്ലാ പണികളും ഒന്നിച്ച് തീർക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഫിഷ്, ചിക്കൻ, ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നതാണെങ്കിൽ അത്, പിസ്സ ഉണ്ടാക്കുകയാണെങ്കിൽ അത്, ചെമ്മീനുള്ളത്, അങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഒരുവിധം പറഞ്ഞാൽ ഓവൻ്റെ ചെറിയൊരു രൂപമാണ്. പക്ഷേ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ഓയിലിൻ്റെ യൂസേജ് വരണില്ല. അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഏകദേശം ഒരു ഐഡിയ ഉള്ളൂ. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ പതിയെ പിന്നാലെ ആഡ് ചെയ്യാം.
ഈ ഡ്രോയറിലാണ് നമ്മൾ സാധനങ്ങൾ വെക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ പെട്ടി പൊട്ടിക്കലാണ് പ്രവാസിപ്പെട്ടി അൺബോക്സിങ്. ഏറ്റവും പ്രധാന ചടങ്ങാണ്. ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പെട്ടി പൊട്ടിക്കൽ നിർബന്ധമാണ്. അതും ഇപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ ആയേക്കണു ഒരുവിധം പേരൊക്കെ. പക്ഷെ എന്നാലും ഈ ഒരു കാർട്ടൂൺ പെട്ടി പൊട്ടിക്കുന്ന ഒരു സുഖം നമ്മൾ ബാഗിൽ സാധനങ്ങൾ ഇറക്കി വെച്ചാൽ കിട്ടില്ലല്ലോ. അപ്പോൾ അതൊരു നെസ്റ്റു കൂടിയാണ്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഏട്ടനുണ്ടായിരുന്നു 3 വർഷം ഗൾഫിൽ. അപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതൊരു 4 വർഷമായിട്ട് കെട്ടിയവൻ്റെ പെട്ടി പൊട്ടിക്കൽ ചടങ്ങുണ്ട്. അതിന് മുന്നേ മമ്മിയുടെ പപ്പയൊക്കെ ഗൾഫിലുള്ള സമയത്തൊക്കെ ഞാൻ ചെറിയ കുട്ടി. അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. പ്രവാസി ഭാര്യയ്ക്ക് കൊണ്ടുവന്ന പ്രവാസി പെട്ടി പുതപ്പ്. എല്ലാ വരവിനും ഓരോ പുതപ്പ്. അത് നിർബന്ധ. സാധനങ്ങൾ പുറത്തു പോവാതിരിക്കാനും എന്നാ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനും രണ്ടുണ്ട് കാര്യത്തിൽ 2 കാര്യങ്ങളാണ് ഇത്. ഇതിൽ പെട്ടി കണ്ട ആരും പേടിക്കേണ്ട. ഇതിൽ പകുതി മുക്കാലും കാറുകളായിരിക്കും. പലതരം കാറുകൾ, പല മോഡൽ, പല വിൻറ്റേജ് കാറ്, പുതിയ കാറ്, പഴയ കാറ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലിപ്പോൾ ഉപകാരമുള്ളൊരു സാധനമാണ് ഇത്, പ്രൊജക്ടർ. അയ്യോ പൊക്കാൻ പറ്റുന്നില്ല. നമുക്ക് TV ഒന്നും ഇല്ലാത്ത കാരണം പ്രൊജക്ടർ വാങ്ങിച്ചിട്ടുണ്ട്. ശരിക്കും അളിയനെ കൊടുക്കുന്നതാണ് കേട്ടോ, അത് വേറെ കാര്യം. അളിയന് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷേ അതിൽ 3 മാസം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിലും ഞങ്ങൾ 2 കാര്യം കണ്ടുപിടിച്ചു. കാറുകളുടെ സെക്ഷൻ വരും, അത് കാണാനാണ് ഇവിടെ ഇരിക്കണേ. എവിടെ പുറത്തു പോയാലും കാറാണ്. എന്ന് പുറത്തു പോയാലും വരുമ്പോൾ ചോദിക്കും, ഞാൻ ഇന്ന് ഇത്ര കാറ് വാങ്ങിച്ചു, ഇത് കണ്ടിട്ടുണ്ടോ അത് കണ്ടിട്ടുണ്ടോ എന്ന്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അധികം ഐഡിയ ഒന്നുമില്ല. ഞാനിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ കാറാണ് കൂടുതൽ പർച്ചേസ് ചെയ്യണത്. പലതരത്തിലുള്ള കാറുകൾ. കുഞ്ഞുങ്ങളെക്കാൾ കഷ്ടമാണ്. ഇതൊക്കെ വീഡിയോ കോളിൽ കാണിച്ചു തരും ചെയ്യും കേട്ടോ. ഇനി അത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ യൂട്യൂബ് വീഡിയോ എടുത്ത് അയച്ചു തരും. ഇതാണ് കാറ്, ഇതാണ് മോഡൽ, ഇതാണ് സ്പെസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോയും ഷെയർ ചെയ്യും. ഞാനത് കാണണം. കണ്ടില്ലെങ്കിൽ പിന്നെ അതായിരിക്കും എടുത്തത്. പിന്നെ നമ്മുടെ സ്ഥിരം പല്ലവി, ഗൾഫിൽ നിന്ന് വരുന്നത്. ഇത് ഗൾഫിൽ പ്രൊഡക്റ്റ് ചെയ്യണതാന്ന് തോന്നുന്നു, പ്രൊഡ്യൂസ് ചെയ്യണതാന്ന് തോന്നുന്നു. യൂക്കാലിപ്സും ടൈഗർ ബാമും നിർബന്ധ. അതൊരു ഗൾഫ് പെട്ടിയിൽ. പിന്നെ മൂവ് സ്പ്രേയും. പിന്നെ ഇത് എംപീരിയൽ സോപ്പ്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാട്ടോ അറിയണത്. ഞങ്ങൾ ഏട്ടനൊക്കെ ഉള്ള സമയത്ത് യാർഡിലായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഇമ്പീരിയറാണ് ആദ്യം തൊട്ടിട്ടുള്ളതെന്നാണ് പറച്ചിൽ. ഇമ്പീരിയർ ഷോപ്പ്. പിന്നെ എൻ്റെ കിട്ടിയാൽ എനിക്ക് ആദ്യമായിട്ടാട്ടോ കമ്മലൊക്കെ മേടിച്ച് തരുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട്, അല്ല ഏതാ എടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. 2 ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ 2 കമ്മൽ. അപ്പം ഇനി അടുത്ത ദിവസങ്ങളിൽ പുറത്ത് പോകുമ്പോഴോ ഓഫീസിൽ പോകുമ്പോഴോ ഞാനിതിടുന്നതായിരിക്കും. അങ്ങനെ പെട്ടിക്കൽ അങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ആളുടെ ബർത്ത്ഡേ ആണ് നാളെ, സെപ്റ്റംബർ 2-ാം തീയതി തിങ്കളാഴ്ച. അപ്പം ഞാൻ വാങ്ങിച്ചു വെച്ച ഒരു ഗിഫ്റ്റാണ് റോൾസ് റോയ്സിൻ്റെ ഒരു കാറും അതിൻ്റെ മിനിയേച്ചറും പിന്നെ ഒരു ഡിഫൻഡറിൻ്റെ കാറും. അപ്പോൾ ഇതൊക്കെ കണ്ട സ്ഥിതിക്ക് ഞാൻ അപ്പം തന്നെ എടുത്ത് കയ്യിൽ കൊടുത്തു. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. സീറ്റിങ് മൊത്തം വൈറ്റ് കളറ്. ഈ ഡോർ തുറക്കാൻ പറ്റും അറിയില്ല. പറ്റും. അന്ന് 4 തുറന്നുണ്ടായിരുന്നല്ലോ ഞാൻ. അതെന്താ പറിച്ചെടുക്കണേ? ഇവിടെ തുറക്ക്. മറ്റേതും തുറക്ക്. അത് ഉള്ളിക്ക് പോവില്ല. അത് ചക്ക. ഓടിച്ചോക്ക്. ഇല്ലില്ല, ഓടിച്ചോക്ക്. അപ്പോൾ സൗണ്ട് വരും.
ആ ബാറ്ററി അതിൽ തന്നെ ഇട്ട് വെച്ചോ, അത് കട്ട പിടിക്കണ്ട. വെയിറ്റ് ഉണ്ട് സാധനം. റോൾസ് റോയ്സ്. അപ്പോൾ ഇതാട്ടാ ബർത്ത്ഡേ ഗിഫ്റ്റ്. ആയിക്കോട്ടെ, ഇഷ്ടപ്പെട്ടു. ആയിക്കോട്ടെ. പറയണ പോലെ എൻ്റെ ഒരു TL ഉണ്ടായിരുന്നു. TL പറയണ പോലെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാ, എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്താൽ മതി, സെറ്റാണ്. അതുപോലെ ഞാൻ നിങ്ങളോട് പറയണു, മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാ. ഗിഫ്റ്റായിട്ട് വല്ല കാറോ ഒരു ബിരിയാണിയോ അത്രേ ആവശ്യമുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. ജീവിതത്തിൽ നീളപ്പോൾ പിന്നെ എന്തിനാ വേറെ മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ടാകും? ഓ, എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കാൻ നീയുണ്ട്, അതിനനുസരിച്ച് ഞാൻ നിന്നാ പോരെ. അയ്യോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയായി തുടങ്ങി. നമ്മൾ പ്രൊജക്ടറൊക്കെ ഓണാക്കി അതിൻ്റെ ട്രയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞത് തൊട്ടിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ട് അങ്ങനെ നേരം കളഞ്ഞു. സത്യം പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കേണ്ട കേസ് ഇതൊക്കെ മറന്നു. അങ്ങനെ നല്ലൊരു ദിവസം കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.